ഇന്ന് ആണ്ടുവട്ടം 15-ാം ഞായർ. ഒന്നാം വായന ആമോസിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 7. എൻ്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക. രണ്ടാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 1. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റേത് അധ്യായം 6. യേശു ശിഷ്യന്മാരെ അയക്കുന്നു. 12 പേരെയും അടുത്ത് വിളിച്ച് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി അയക്കുന്നു. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ വിശദമായി യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. തൻ്റെ ശുശ്രൂഷ മേഖലയിലേക്ക് ഒരിക്കൽ അവരെ വിളിക്കുകയും സംഘമായി അവരെ നിയോഗിക്കുകയും ചെയ്ത യേശു ഇപ്പോൾ അപ്പസ്തോലിക ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്ന ദൗത്യത്തിനായി അവരെ പറഞ്ഞയക്കുന്നു. പ്രസംഗിക്കാനും രോഗശാന്തി നൽകാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനും ശിഷ്യന്മാർ അയക്കപ്പെടുന്നു. 2 പേരെ വീതമാണ് യേശു ദൗത്യത്തിനായി നിയോഗിക്കുന്നത്. ഒരു കാര്യത്തിന് സാക്ഷ്യം നൽകുമ്പോൾ 2-3 പേരുടെ സാക്ഷ്യമാണ് സ്ഥാപിക്കപ്പെടുക. വാക്യം 12 നമുക്ക് പ്രത്യേകം ധ്യാനിക്കാം. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.